Question number 13. Let the mean and variance of 7 observations 2, 4, 10, x, 12, 14, y, where x greater than y, be 8 and 60. Two numbers are chosen from the set 1, 2, 3, x minus 4, y, 5, one after another without replacement. Then the probability that the smaller number among the two chosen numbers is less than 4 is. അപ്പോൾ നോക്കിയ മക്കളെ, ശരിക്കും ഇത് രണ്ട് ചാപ്റ്റേഴ്സിലെ കോൺസെപ്റ്റുകൾ കമ്പൈൻ ചെയ്ത് പറഞ്ഞിരിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഇതിനകത്ത് സ്റ്റാറ്റിസ്റ്റിക്സിലെ കാര്യം വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ പ്രോബബിലിറ്റിയുടെ കാര്യവും വരുന്നുണ്ട്. ശരിയാണല്ലോ? എനിവേ, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അവിടെ 7 ഒബ്സർവേഷൻസ് തന്നിരിക്കുന്നു. ഈ 7 ഒബ്സർവേഷൻസിന്റെ അരിത്തമെറ്റിക് മീനും വേരിയൻസും തന്നിട്ടുണ്ട് അല്ലെ? അങ്ങനെയാണെങ്കിൽ ആ തന്നിരിക്കുന്ന സെറ്റ് 1, 2, 3, x minus 4, y, 5 ആ സെറ്റിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? 1 by 1 ആയിട്ട് 2 നമ്പറുകൾ എടുക്കുന്നു. വിതൗട്ട് റീപ്ലേസ്മെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുത്ത ഈ 2 നമ്പറുകളിലെ ചെറിയ നമ്പർ 4നേക്കാൾ ചെറുതാകാനുള്ള പ്രോബബിലിറ്റി അതല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്തായാലും ശരി, അവിടെ 7 ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ട്. ആ 7 ഒബ്സർവേഷൻസിന്റെ അരിത്തമെറ്റിക് മീൻ ആണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. അരിത്തമെറ്റിക് മീൻ വേണമെങ്കിൽ എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് n കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇവിടെ അരിത്തമെറ്റിക് മീൻ ഇസ് ഈക്വൽ ടു 8 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഈ നമ്പേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്ത് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 2 പ്ലസ് 4 പ്ലസ് 10 പ്ലസ് എക്സ് പ്ലസ് 12 പ്ലസ് 14 പ്ലസ് y അല്ലെ, ഡിവൈഡഡ് ബൈ 7 വിച്ച് ഈസ് ഈക്വൽ ടു 8. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതെല്ലാം കൂടെ നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 42 പ്ലസ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 7 ഇസ് ഈക്വൽ ടു 8 എന്ന് കിട്ടും. അപ്പൊ അവിടെ നിന്ന് 42 പ്ലസ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 56 എന്ന് വരും. അപ്പൊ അവിടെ നിന്ന് എനിക്ക് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 56 മൈനസ് 42 14 എന്ന് എഴുതാമല്ലോ. അപ്പൊ എക്സിലും വൈയിലുമുള്ള ഒരു ഇക്വേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഇക്വേഷൻ നമ്പർ 1. ഇനി നമുക്ക് ആ രണ്ടാമത്തെ കേസ് എടുക്കാം. ഈ 7 ഒബ്സർവേഷൻസിന്റെ വേരിയൻസും തന്നിട്ടുണ്ടല്ലോ അല്ലെ? അപ്പൊ വേരിയൻസ് തന്നിട്ടുണ്ട് സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു 16. പക്ഷെ നമുക്കറിയാം സിഗ്മ സ്ക്വയർ എങ്ങനെയാ കണ്ടുപിടിക്കുക? സിഗ്മ എക്സ് ഐ സ്ക്വയർ ബൈ എൻ മൈനസ് എക്സ് ബാറിന്റെ സ്ക്വയർ അല്ലെ? അപ്പൊ ഇതാണ് ഇവിടെ 16 ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇംപ്ലൈസ് സിഗ്മ എക്സ് ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒബ്സർവേഷൻസിന്റെ ഒക്കെ സ്ക്വയറുകളുടെ സം. അപ്പൊ തന്നിരിക്കുന്ന ഒബ്സർവേഷൻസിന്റെ സ്ക്വയറുകളുടെ സം എടുത്താലോ? 2 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 10 സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ പ്ലസ് 14 സ്ക്വയർ അല്ലെ, പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 7 മൈനസ് എക്സ് ബാർ 8 എന്ന് അവിടെ തന്നിട്ടുണ്ട്. 8ന്റെ സ്ക്വയർ ഇതാണ് ഇസ് ഈക്വൽ ടു എന്താകുന്നത്? 16 ആകുന്നത് അല്ലെ? അപ്പൊ ഇത് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് വെച്ചാൽ 460 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 7 ഇസ് ഈക്വൽ ടു 80 എന്ന് കിട്ടും. അപ്പൊ അവിടെ നിന്ന് 460 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 560 എന്ന് വരും അല്ലെ? അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 100 എന്ന് കിട്ടും. ദാ എക്സിലും വൈയിലുമുള്ള മറ്റൊരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ശരിയാണല്ലോ അല്ലെ? അപ്പൊ ഈ 2 ഇക്വേഷൻസ് കൂടെ സോൾവ് ചെയ്താൽ നമുക്ക് എക്സും വൈയും കിട്ടും. അപ്പൊ അതിന് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് വൈ കണ്ടുപിടിക്കുക, എന്നിട്ട് ആ വൈ എടുത്ത് സെക്കൻഡ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എക്സിലുള്ള ഒരു ക്വാഡ്രാറ്റിക് കിട്ടും. അത് സോൾവ് ചെയ്താൽ എക്സിന്റെ വാല്യൂസ് കിട്ടുമല്ലോ. ഇതാണ് ശരിക്കും ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ നമുക്ക് ലോജിക്കലി ഒന്ന് ചിന്തിച്ച് നോക്കിയാലോ. 2 നമ്പറുകളുടെ സമ്മ് 14 ആകണം, സ്ക്വയറുകളുടെ സമ്മ് 100 ആകണം. അങ്ങനെ 2 നമ്പറുകൾ സ്ക്വയറുകളുടെ സമ്മ് 100 ആകണം, സമ്മ് 14 ആകണം. അങ്ങനെ 2 നമ്പറുകൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഒന്ന് 8ഉം ഒന്ന് 6ഉം ആയിട്ട് എടുത്താൽ പോരെ അല്ലെ? അപ്പൊ ഒരു നമ്പർ 8ഉം ഒരു നമ്പർ 6ഉമാണ്. അവർ പറഞ്ഞിട്ടുണ്ട് എക്സ് ഗ്രേറ്റർ ദാൻ വൈ. എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആയതുകൊണ്ട് തന്നെ എക്സ് 8 ആയിട്ടും വൈ 6 ആയിട്ടും എടുക്കാം. അപ്പൊ നമുക്കിത് സോൾവ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ് എന്ന് പറയുന്നത് 8 എന്ന് കിട്ടി, അതുപോലെ തന്നെ വൈ എന്ന് പറയുന്നത് 6 എന്ന് കിട്ടി. സ്ക്വയറുകളുടെ സം 100 ആണ്, നമ്പറുകളുടെ സം 14 ആണ്. ഇത് ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് പ്രോബബിലിറ്റിയുടെ കാര്യത്തിലേക്ക് വരാം. അവിടെ ഒരു സെറ്റ് തന്നിട്ടുണ്ട് അല്ലെ? അവർ തന്നിരിക്കുന്ന സെറ്റ് ഏതാണ്? സെറ്റ് 1, 2, 3 കോമ അടുത്തത് എക്സ് മൈനസ് 4 ആണ്. എക്സ് നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നത് 8 ആണ്. 8 മൈനസ് 4 എന്നുള്ളത് 4 എന്നായിട്ട് മാറത്തില്ലേ? കോമ y, 5. അപ്പൊ ഇതാണ് തന്നിരിക്കുന്നത്.
എന്നിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുകയാണ് ഈ സെറ്റിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, 2 നമ്പറുകൾ സെലക്ട് ചെയ്യുന്നു. പക്ഷെ ആ 2 നമ്പറുകൾ എങ്ങനെയാ, 1 by 1 ആയിട്ടാണ് എടുക്കുന്നത് അല്ലേ, റീപ്ലേസ് ചെയ്യുന്നില്ല. അതായത് ആദ്യം ഒരു നമ്പർ എടുത്തിട്ട് അത് തിരിച്ചു വെക്കാതാണ് വീണ്ടും അടുത്ത നമ്പർ എടുക്കുന്നത്. ഇങ്ങനല്ലേ അവർ പറഞ്ഞിരിക്കുന്നത്, വിതൗട്ട് റീപ്ലേസ്മെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തിന്റെ പ്രോബബിലിറ്റിയാ വേണ്ടത്, പ്രോബബിലിറ്റി ഓഫ് ഈ സെലക്ട് ചെയ്ത നമ്പറുകളിൽ ചെറിയ നമ്പർ എന്ന് പറയുന്നത് 4 ചെറുതായിരിക്കണം. പ്രോബബിലിറ്റി ഓഫ് സ്മോളസ്റ്റ് നമ്പർ ഇത് എന്തായിരിക്കണം, ലെസ് ദാൻ 4 ആയിരിക്കണം അല്ലെ. ചെറിയ നമ്പർ 4 ചെറുതായിരിക്കണം. ചെറിയ നമ്പർ 4 ചെറുതാകണമെങ്കിൽ നമ്മൾ 2 നമ്പറുകൾ സെലക്ട് ചെയ്യുന്നു. ആ 2 നമ്പറുകളിൽ ചെറിയ നമ്പർ 4 ചെറുതാകണം. അതിന്റെ പ്രോബബിലിറ്റിയാണ് വേണ്ടത്. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്ത 2 നമ്പറുകളിലെ ചെറിയ നമ്പർ 4 ചെറുതാകണമെങ്കിൽ ഈ സെലക്ട് ചെയ്ത 2 നമ്പറുകളിൽ കുറഞ്ഞത് ഒരെണ്ണമെങ്കിലും 4 ചെറുതായിരുന്നാ പോരെ അല്ലെ. ഏതെങ്കിലും ഒരു നമ്പർ 4 ചെറുതാണ് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ 2 നമ്പറുകളും 4 ചെറുതാകാം. അപ്പോൾ ഉറപ്പായിട്ടും ചെറിയ നമ്പർ 4 ചെറുതാകുമല്ലോ. അതല്ലെങ്കിൽ ഒരു നമ്പർ 4 ചെറുതും ഒരു നമ്പർ 4 വലുതുമാകാം. എന്നാലും ചെറിയ നമ്പർ 4 ചെറുതായിരിക്കില്ലേ. അപ്പൊ എനിക്ക് വേണ്ടത് പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 നമ്പർ ലെസ് ദാൻ 4 അല്ലെ. കുറഞ്ഞത് ഒരു നമ്പറെങ്കിലും ലെസ് ദാൻ 4 ആയാൽ മതി. ചെറിയ നമ്പർ ഉറപ്പായിട്ടും ലെസ് ദാൻ 4 ആയിരിക്കും. പക്ഷെ നമുക്കറിയാം അറ്റ്ലീസ്റ്റ് 1ന്റെ പ്രോബബിലിറ്റി എവിടെ ചോദിച്ചാലും 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് നൺ അല്ലെ. അപ്പോൾ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് നോ നമ്പർ ലെസ് ദാൻ 4 ശരിയാണോ ഈ പറയുന്നത്. അതായത് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് നോ നമ്പർ ലെസ് ദാൻ 4. അതായത് എടുത്ത 2 നമ്പറുകളും എന്താകാൻ പാടില്ല, ലെസ് ദാൻ 4 ആകാൻ പാടില്ല. അതായത് എടുത്ത 2 നമ്പറുകളും അല്ലെ, ബോത്ത് നമ്പേഴ്സ് എന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 ആയിരിക്കണ്ടേ. ശരിയാണോ പറയുന്നത്. അപ്പോൾ സ്മോളസ്റ്റ് നമ്പർ 4 ചെറുതാകണം എന്ന് പറഞ്ഞാൽ എടുത്ത 2 നമ്പറുകളിൽ കുറഞ്ഞത് ഒരെണ്ണമെങ്കിലും 4 ചെറുതായാൽ മതിയാകും. പക്ഷെ അറ്റ്ലീസ്റ്റ് 1ന്റെ പ്രോബബിലിറ്റി ചോദിച്ചാൽ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് നൺ കോംപ്ലിമെന്ററി പ്രോബബിലിറ്റിയാണ് നമ്മൾ എല്ലായ്പ്പോഴും എടുക്കാറുള്ളത്. അപ്പോൾ 1 മൈനസ് നോ നമ്പർ ലെസ് ദാൻ 4. നോ നമ്പർ ലെസ് ദാൻ 4 എന്ന് പറഞ്ഞാൽ എല്ലാ നമ്പറുകളും 4 വലുതാകണം അല്ലെങ്കിൽ 4 ആകാം. സോ ബോത്ത് നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 ഇസ് ഈക്വൽ ടു 1 മൈനസ്, ഇനി പ്രോബബിലിറ്റി എഴുതി ചേർത്താലോ, ഈ എടുത്ത 2 നമ്പറുകളും 4 വലിയ നമ്പറുകളാകണം അല്ലെ. അപ്പൊ ആദ്യം ഞാൻ ഒരു നമ്പർ എടുക്കുന്നു, അത് 4 വലുതാകാനുള്ള പ്രോബബിലിറ്റി പറയാമോ. 4 അതിനേക്കാൾ വലുതോ ആയിട്ടുള്ള 3 നമ്പറുകളല്ലേ എവിടെയുള്ളത്, നമ്മുടെ സെറ്റിനകത്തുള്ളത് അല്ലെ. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4, ഈക്വൽ ടു 4 ആകാം. അപ്പോൾ 4 അല്ലെങ്കിൽ അതിനേക്കാൾ വലുതായിട്ടുള്ള 3 നമ്പറുകളുണ്ട്. ആ 3 നമ്പറുകളിൽ നിന്നല്ലേ എന്ത് ചെയ്യേണ്ടത്, ആ 3 നമ്പറുകളിൽ ഏതെങ്കിലും അല്ലേ നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 3 ഡിവൈഡഡ് ബൈ ടോട്ടൽ 6 നമ്പേഴ്സ് അല്ലേ സെറ്റിനകത്തുള്ളത്. ഉറപ്പാണോ മക്കളെ അല്ലെ, ഇൻറ്റു. ഇനി വീണ്ടും നമ്മൾ ഒരെണ്ണം എടുക്കുന്നു, പക്ഷെ ഇവിടെ വിതൗട്ട് റീപ്ലേസ്മെന്റ്, ആദ്യം എടുത്ത നമ്പർ തിരിച്ചു വെച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി രണ്ടാമത് എടുക്കുമ്പോൾ 4 അതിനേക്കാൾ വലുതുമായിട്ടുള്ള 2 നമ്പറുകളെല്ലാം കിട്ടുള്ളൂ. 3 ഉണ്ടായിരുന്നു, അതിൽ ഒരെണ്ണം നമ്മൾ ആദ്യം എടുത്തു കഴിഞ്ഞു അല്ലെ. ഇനി 2 അവൈലബിൾ ഉള്ളൂ. ഡിവൈഡഡ് ബൈ ടോട്ടലും ഒന്ന് കുറഞ്ഞില്ലേ, നമ്മൾ ഒരെണ്ണം എടുത്തു, ടോട്ടൽ ഇനി 5 അല്ല ഉള്ളൂ. ഇസ് ഈക്വൽ ടു 1 മൈനസ് 1/5 അഥവാ 4/5 ആണ് നമുക്ക് ഫൈനൽ ആൻസർ ആയിട്ട് കിട്ടുന്നത്. 4/5 ഓപ്ഷൻ 2.